ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, പരീക്ഷണങ്ങളിൽ അകപ്പെട്ട് ഉഴലുന്ന അനേക വ്യക്തികളുണ്ട്. അവയെ എപ്രകാരമാണ് തരണം ചെയ്യേണ്ടതെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പരീക്ഷണം എക്കാലവും നമ്മുടെ കൂടെയുണ്ട്. അവയെ അതിജീവിക്കണമെങ്കിൽ ദൈവചിന്തയും ദൈവവചനവും നമ്മുടെ കൂടെ ഉണ്ടാകണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. പരീക്ഷീണതിന് ലഭിക്കുന്ന ആശ്വാസത്തിന്റെ വാക്ക് എന്താണ്? ഈ ആശ്വാസത്തിന്റെ വാക്ക് ദൈവമേ കർത്താവ് ശിഷ്യൻ എന്ന പോലെ അവിടുന്ന് എന്നെ അഭ്യസിപ്പിച്ചു. ഓരോ പ്രഭാതത്തിലും എൻ്റെ കാതുകളെ അവിടുന്ന് ഉണർത്തുന്നു. ഓരോ പ്രഭാതത്തിലും ശിഷ്യൻ എന്നതുപോലെ എൻ്റെ കാതുകളെ ഉണർത്തുന്നു. എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു. ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. എന്നെ അടിച്ചവർക്ക് പുറവും താടിമീശ പറിക്കുന്നവർക്ക് എൻ്റെ കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്ദനത്തിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾക്ക് ഉണ്ടാകേണ്ട കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചത്. അടി ലഭിക്കാം, നിന്റെ മീശ പറിക്കാം, നിന്റെ നിന്ദനത്തിൽ നിന്നും തുപ്പലിൽ നിന്നും നിന്ദനവും അതുപോലെ തന്നെ തുപ്പലും നിനക്ക് ലഭിക്കാം. അവിടെ നമ്മൾ കാണുന്നത് എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് പറയുന്നത്, എൻ്റെ ദൈവമേ കർത്താവ് എൻ്റെ സഹായത്തിനുണ്ട്. എൻ്റെ ദൈവമേ കർത്താവ് എന്നെ സഹായിക്കുന്നു. തുടർന്ന് പറയുന്നത്, എൻ്റെ മുഖം ഞാൻ ശില പോലെയാക്കി. ഇവയെല്ലാം സംഭവിച്ചെങ്കിലും എൻ്റെ മുഖത്തിന് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ ഒരു ശില പോലെ, ഒരു മിനിക്ക കല്ല് പോലെ ഞാനാക്കി. പ്രൈസ് ദി ലോർഡ്. അവസാനം 7-ാം തിരുവചനം നമ്മൾ ഓർപ്പിക്കുന്ന ഇപ്രകാരമാണ്: എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ. സകലത്തിലൂടെ കടന്നു പോകുമ്പോഴും എൻ്റെ ദൈവമേ കർത്താവ് എൻ്റെ സഹായത്തിനുണ്ട് എന്നുള്ളതാണ് നമ്മളെ ഏറെ ആശ്വസിപ്പിക്കുന്നത്. അതിനാൽ ഞാൻ പതറുകയില്ല. ഈ തീരുമാനം നമ്മളെ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ത്രിയേക ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.